പ്രകമ്പനം സിനിമ നമ്മുടെ ടൈറ്റിൽ പോസ്റ്ററൊക്കെ റിവീൽ ചെയ്തതാണ്. അപ്പോൾ ആ സിനിമ ഇന്ന് ഇവിടെ ഗംഭീരമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു അന്തരീക്ഷത്തിൽ, മഴയുടെ അന്തരീക്ഷത്തിലാണെങ്കിൽ പോലും നമുക്കെല്ലാം ഈ കോളേജ് ഹോസ്റ്റലിലേക്ക് വന്നപ്പോൾ, ഈ യുവാക്കളുടെ ഇടയിലേക്ക് വന്നപ്പോൾ ഒരു പ്രസരിപ്പ് വരും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ആ പ്രസരിപ്പോടുകൂടി നമ്മുടെ യുവാക്കൾ അണിനിരക്കുന്ന നമ്മുടെ പ്രകമ്പനം സിനിമയുടെ പൂജയും സ്വിച്ച് ഓണും ഷൂട്ടിങ്ങും ഇന്ന് ആരംഭിക്കുകയാണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. നമുക്ക് മൈക്കും കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ട് എനിക്ക് കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ നവരസ ഫിലിംസിൻ്റെയും ലക്ഷ്മിനാഥ് ക്രിയേഷൻസിൻ്റെയും ബാനറിൽ ശ്രീജിത്ത്, ബ്ലസി, സുധീഷ് എന്നിവർ ചേർന്നാണ് നമ്മുടെ ചിത്രം ഒരുക്കുന്നത്. അപ്പോൾ ഇവരുടെ നേരത്തെ ചിത്രവും എനിക്ക് PR ചെയ്യാൻ കിട്ടിയിരുന്നു. വെരി താങ്ക്സ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചിത്രത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്തോടു കൂടി നമുക്ക് തുടങ്ങാം. അതിൻ്റെ ചടങ്ങുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കിരികൾ കൊളുത്താനായിട്ട് ഞാൻ കുറച്ച് പേര് ക്ഷണിക്കുന്നുണ്ട്. വരണം. സുധീഷ് ചേട്ടനും അമ്മയും ചേർന്ന് അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മയുടെ എത്തിയിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു ഭയങ്കര ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ മീശ മാധവൻ ടീം ഇന്നിവിടെ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ ലാൽജോ സാറുണ്ട്, അതുപോലെ സുധീഷ് ചേട്ടൻ, ഇപ്പോൾ സുബൈർക്ക് വരും, അതുപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഹംസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മീശ മാധവൻ്റെ ഒരു റീക്രിയേഷൻ പോലെയൊക്കെ തോന്നുന്നു. ലാൽ സാർ എല്ലാം ഗംഭീരമാവട്ടെ അല്ലേ? ഓക്കെ. അപ്പോൾ ഏതായാലും അമ്മയും സുധീഷ് ചേട്ടൻ ചേർന്ന് ഓക്കെ. അടുത്ത നിർമ്മാതാക്കളായിട്ടുള്ള ബ്ലസി ശ്രീജിത്ത് ആൻഡ് അച്ഛൻ ടീച്ചർ കണ്ണൂർ, ഇങ്ങോട്ടേക്കൊന്ന് വന്ന് നിൽക്കണേ. എല്ലാവരുടെയും അനുവാദത്തോടെയും അനുഗ്രഹത്തിനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയാണ്. എല്ലാ പടങ്ങളും ഈ പടം തരണം. ഗണപതി സാഗർ സൂര്യ, ഡയറക്ടർ ശ്രീഹരി, cameraman Albi Namaskar. Heroines അല്ലേ, ശീതൾ ആൻഡ് ഗായത്രി. ഒരാൾ കൂടി ആ ചടങ്ങ് കഴിഞ്ഞിട്ട് വലിയ സന്തോഷം.
ഇതൊരു കുടുംബകാരിയാണ്. സുധീഷും ശ്രീജിത്തും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. സുധീഷ് ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയ വിശ്വനാഥൻ പ്രൊഡ്യൂസ് ചെയ്ത സുധീഷും സുബൈറും ചേർന്നിട്ടാണ്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഹംസയുണ്ട് ഇവിടെ. ശ്രീജിത്ത് ഞാൻ ആദ്യമായിട്ട് ചെയ്തൊരു ആഡ് ഷോട്ട് ഫിലിമിൻ്റെ പ്രൊഡ്യൂസറാണ്. നവരസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു സിനിമ ചെയ്തു. അപ്പം എൻ്റെ 2 പ്രൊഡ്യൂസേഴ്സ് ചേർന്നിട്ടുള്ള ചെയ്യുന്നൊരു സിനിമയാണ്. എല്ലാ ആശംസകളും. ഗണപതി എൻ്റെ സുഹൃത്താണ്. മറ്റേ ആളുകളെ സാഗറിനൊക്കെ ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ്. പുതിയ ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ അവരൊന്നും എനിക്ക് പരിചയമില്ല. എല്ലാവരെയും ഇന്നാണ് കാണുന്നത്. ഇവിടെ വന്നൊക്കെ ഒത്തിരി പ്രായമായതായിട്ട് തോന്നുന്നു. സിനിമ പ്രകമ്പനം, തിയേറ്ററുകളെ പ്രകമ്പനം കൊള്ളിക്കേണ്ട വലിയ വിജയമാണ്. എല്ലാവിധ ആശംസകളും സുധീഷിന് ഈശ്വമാധവൻ പോലെ ഒരു വലിയ വിജയമാവട്ടെ. വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവർക്കും സ്വാഗതം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു നീണ്ട 24 വർഷങ്ങൾക്ക് ശേഷം ലാലുവിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇവിടെയൊക്കെ ഒത്തുകൂടി. അതുപോലെ വളരെ നല്ല ഭാഗ്യമാണ്. ദൈവം അനുഗ്രഹിക്കുകയാണ്. ഗണപതിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. സുധീഷ്, കുടുംബം, ഫാമിലി, ഞങ്ങളുടെ ഫാമിലിയാണ് ഇതെല്ലാം. അതുകൊണ്ട് അതിനേക്കാൾ ഉപരി ഈ ചിത്രത്തിൻ്റെ ടൈറ്റല് പ്രകമ്പനം, അത് ദൈവം നല്ല രീതിയിൽ പ്രകമ്പനം കൊള്ളിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്താ പറയുക, ഇവിടെ വന്നെങ്കിൽ ഈ മഴയത്ത് തിങ്കളാഴ്ച ദിവസമാണ്, വർക്കിംഗ് ഡേ ആണ്, എല്ലാവർക്കും ജോലി, ബിസിനസ്. അതിനിടയ്ക്കൊക്കെ നമ്മുടെ ഈ ചെറിയ പരിപാടിക്ക് വന്ന് നിങ്ങളുടെ സ്നേഹവും സഹകരണവും നന്ദി. അതിനാദ്യം എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ വന്ന ഓരോരുത്തരോടും ഞാൻ വിളിച്ചപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഓരോ തിരക്കിലേക്ക് ലാലിനോട് ഇങ്ങനെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ലാലു പാവും രാവിലെ തന്നെ ഇവിടെ നേരത്തെ കേൾക്കിയ ആദ്യത്തെ ലാലുവാണ്. അപ്പോൾ ലാലുവിന് ആദ്യം പ്രത്യേകം നന്ദി. പിന്നെ ഹംസക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ കാണുന്നവരാണ്. ഞാൻ സുഖം ചെറുതാ, അന്നത്തെ കാണുന്നവർ ഹംസക്ക. ഹംസക്ക സൂപ്പർ ഹിറ്റുകൾ നമുക്ക് ഇഷ്ടം പോലെ നിർമ്മിച്ചതും ഭാഗ്യദേവത, വിനോദയാത്ര, ദിലീപിൻ്റെ ഒരുപാട് ചിത്രങ്ങൾ നിർമ്മിച്ച ഹംസക്ക ഇവിടെ കോട്ടയം ചിത്രത്തിലെത്തി. ഹംസയ്ക്ക് പ്രത്യേകം നന്ദി. പിന്നെ എൻ്റെ മെൻറ്റോറായ വേണിച്ചേട്ടൻ ഇവിടെയുണ്ട്. വേണിച്ചേട്ടൻ നമ്മുടെ പറഞ്ഞ മഹാരാജ് കോളേജിൽ മേലാണ്. വേണിച്ചേട്ടൻ പ്രത്യേകം നന്ദി. ഇവിടെ വന്ന ഓരോരുത്തർക്കും എൻ്റെ പാർട്ട്നേഴ്സ്, ഫ്രണ്ട്സ്, പിന്നെ സുബൈറിന് നന്ദി പറയുന്നത്. സുബൈർ എൻ്റെ കൂടെ തന്നെയുള്ള ആളാണ്. എല്ലാവരോടും പ്രത്യേകം നന്ദി. പിന്നെ ഇതിലെനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സുബൈറിൻ്റെ ചേട്ടൻ സൈനുദ്ദീൻ, നമ്മൾക്ക് ഗഡവായി എന്ന് വിളിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഡയറക്ടർ വിജയ്ഷിനെയോ അല്ലെങ്കിൽ ശ്രീഹരിനെയോ പരിചയം ഉണ്ടായിരുന്നില്ല. ഞാൻ വേറെ ചിത്രത്തിൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടുമ്പോൾ സൈനുദ്ദീനെ വന്നിട്ടാണ് അങ്ങനെ സബ്ജക്റ്റ് പറഞ്ഞത്. ഞാൻ കേൾക്കുകയും എനിക്കെന്തോ ഒരു കൗതുകം തോന്നിയപ്പോൾ ഞാൻ ശ്രീജിത്തോട് പറയും, ശരിയേട്ടാ നമുക്ക് കഴിവുകാരൻ ഞങ്ങൾ ചിത്രം തുടങ്ങി. ഇതൊരു നിമിത്തം പോലെ അങ്ങനെ ഒത്തുകൂടുകയായിരുന്നു. അതിൽ നിങ്ങളെല്ലാവരും വന്നു. ഇനി നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണം വേണം. ഞങ്ങളുടെ കഴിയുന്നത് എല്ലാവരും അവരെ കൃത്യമായി ചെയ്യുന്നത്. ശ്രീഹരി എന്ന് പറഞ്ഞ പുതിയൊരു റൈറ്ററെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ശ്രീഹരി MTech IIT MTechകാരനാണ്. അപ്പം മലയാള സിനിമയ്ക്ക് രഞ്ജൻ പ്രമോദിനെയും ജെയിംസ് ആൽബർട്ടിനെയും അതേപോലെ മുരളി ഗോപിയൊക്കെ സമ്മാനിത ലാൽ ജോസ് തന്നെ അവനും സ്വിച്ച് ചെയ്ത് കൊടുത്ത് അവൻ അനുഗ്രഹമാവട്ടെ. അവരെപ്പോലെയൊക്കെ അവൻ ഉയർന്നു നിൽക്കട്ടെ. എല്ലാവരും പ്രാർത്ഥന പ്രതീക്ഷിച്ചിട്ടുണ്ട്. നായക പരിപാടിയൊന്നുമല്ല, ഇതിൽ എല്ലാവരും ഒരു കൂട്ടക്കളിയാണ്. പിന്നെ നായക എനിക്കിതിൽ പേരുമില്ല, സാഗറിനാണ് മൊത്തം പേരൊക്കെ കൊടുത്തേക്കുന്നത്. എന്തായാലും ഈ ചടങ്ങിലേക്ക് വന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറഞ്ഞോട്ടെ. താങ്ക് യു ലാൽ ജോസ് സർ. ആൻഡ് ഹംസൊക്കെ എൻ്റെ ആദ്യത്തെ സിനിമയുടെ നിർമ്മാതാവാണ്. അതെ, അവിടെ നിന്നാണ് തുടങ്ങിയത്. 18 വർഷമായി. താങ്ക് യു ഹംസക്ക, സുബൈർക്ക, എല്ലാവരോടും നന്ദി. സിനിമ നല്ല രീതിയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. പറഞ്ഞു പോയില്ല. ഭയങ്കര സന്തോഷം. ഒരുപാട് നാളത്തെ ഒരു കഷ്ടപ്പാടായിരുന്നു. ഇങ്ങനെ നല്ലൊരു സിനിമ കിട്ടിയെങ്കിൽ ഭയങ്കര ഭാഗ്യമുണ്ട്. അപ്പോൾ സിനിമ നന്നായി വരട്ടെ. ഇതിലെ പ്രൊഡ്യൂസേഴ്സിനൊക്കെ ഒരുപാട് പൈസ കിട്ടി. വീണ്ടും ഇതുപോലത്തെ ഒരുപാട് സിനിമകൾ എല്ലാവർക്കും കിട്ടട്ടെ. എല്ലാവർക്കും ഈ സിനിമ അടുത്ത ലൈഫിലേക്ക് വലിയൊരു സ്റ്റെപ്പായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കൂടെ നിൽക്കണം. താങ്ക് യു. Thank you.
പെട്ടെന്ന് എടുത്തോട്ടെ ഇവർ തോന്നും